അത് തന്നെയാ ഞാൻ ഇപ്പം ഷെയർ ചെയ്ത് പഠിപ്പിക്കുന്നേ. സ്ക്രീൻ കാണാവോ? മിസ്സി പാടായ സബ്ജക്ട് നോക്കി സെലക്ട് ചെയ്യുന്നതാണോ അതോ മിസ്സിനെ തരുന്നതാണോ? ഞാനതാ ചൂസ് ചെയ്യാറില്ല കൗതെന്ന് വന്ന്. പിന്നെ ചിലർക്ക് അവരെ ചില സബ്ജക്ട്സ് ഇഷ്ടമുള്ളത് കൊണ്ട്. നമ്മൾ എവിടം വരെയാ പഠിച്ചത് കഴിഞ്ഞ ദിവസം? SIC അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്? SIC മെഷീൻ മൊത്തം പഠിപ്പിച്ചില്ലായിരുന്നോ? SIC ബാർ എക്സ് തുടങ്ങിയായിരുന്നല്ലോ അല്ലേ? SIC പറഞ്ഞല്ലോ മൊത്തം. SIC ബാർ എക്സിലെ അഡീഷണൽ രജിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞല്ലോ. പിന്നെ ഫ്ലോട്ടിംഗ് ഫോർമാറ്റ് 1, 2, 3, 4 പറഞ്ഞായിരുന്നോ? ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് പറഞ്ഞില്ല. ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്നും പറഞ്ഞു പോയായിരുന്നു. പിന്നെ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഹൈപ്പോത്തറ്റിക്കൽ കമ്പ്യൂട്ടർ നമുക്ക് ഒരു മെഷീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളൊരു അബ്സ്ട്രാക്ട് മെഷീനെ കൺസിഡർ ചെയ്തു. ആ മെഷീനിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനെയും ഹാർഡ്വെയർ ഫീച്ചേഴ്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പം അതിൽ വരുന്ന കുറച്ച് ആർക്കിടെക്ചറിലെ കുറെ കമ്പോണൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതില് നമ്മൾ മെമ്മറിയുടെ സൈസ് കണ്ടു. അതിൽ ഏതൊക്കെ രജിസ്റ്റേഴ്സ്? 5 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഡേറ്റ ഫോർമാറ്റ്സ്, ഇന്റിജർ, ക്യാരക്ടേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് 24 ബിറ്റ് ആണ്. അതിൽ 2 അഡ്രസ്സിംഗ് മോഡ്സ്. എക്സ് എന്ന് പറയുന്ന ബിറ്റിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഓപ്പ് കോഡ് ഉണ്ടാവുക. അതുപോലെ അഡ്രസ്, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷന്റെ സ്ട്രക്ചർ ആ മെഷീനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷനിൽ അതിന്റെ ഫോർമാറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പിന്നെ കണ്ടത് അഡ്രസ്സിംഗ് മോഡ്സ്, ഡയറക്റ്റ്, ഇൻഡെക്സ്ഡ്. ഇൻഡെക്സിൽ എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ടാർജറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഗിവൺ അഡ്രസ് പ്ലസ് എക്സ് എന്ന് പറയുന്ന രജിസ്റ്റർ. എക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. നമ്മൾ രജിസ്റ്റേഴ്സിൽ അക്യുമുലേറ്ററിന് എയും ഇൻഡെക്സ് രജിസ്റ്ററിന് എക്സ്, ലിങ്കേജ് രജിസ്റ്റർ എൽ. ലിങ്കേജ് രജിസ്റ്റർ എൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് റിട്ടേൺ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ്. നമ്മള് സിയിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാക്കിലാണ് യൂസ് ചെയ്യുന്നത് പറയും. പക്ഷെ ഇവിടെ നമ്മൾ ലിങ്കേജ് രജിസ്റ്ററിലാണ് ആ റിട്ടേൺ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത് പറയുന്നത്. പിന്നെ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാറ്റസ് വേർഡ് രജിസ്റ്റർ. ഇവിടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിലാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുക. അതിലെ കണ്ടന്റ് പ്ലസ് നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റില് നമ്മൾ പറഞ്ഞ ഈ ഓപ്കോഡ് കഴിഞ്ഞിട്ട് പറയുന്ന ആ അഡ്രസ്സും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടാർജറ്റ് അഡ്രസ്. കേട്ടോ? പറഞ്ഞ ഓർമ്മയില്ലേ? എക്സാമ്പിൾ വെച്ചൊക്കെ പറഞ്ഞത്. ഓക്കെ. ഇനി പിന്നെ നമ്മള് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കണ്ടു. ലോഡ് ആൻഡ് സ്റ്റോർ, LDA, LDX, ഇന്റിജർ അരിത്തമെറ്റിക്, കമ്പയർ ഇൻസ്ട്രക്ഷൻ, കണ്ടീഷണൽ ജമ്പ്, സബ്റൂട്ടീൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്.
ഇനി പ്രോഗ്രാമിങ്ങിലോട്ട് രണ്ടാമത് വരാം. സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. SIC/XCയില് മെമ്മറി എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ, മെമ്മറി സൈസ് കൂടുതലാണ്. അവിടെ 1 MB ആണ് ടോട്ടൽ മെമ്മറി സൈസ്. ഇവിടെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ 20 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. മറ്റേ SICയിൽ എത്രയാ യൂസ് ചെയ്യുന്നേ? 15 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. കണ്ടോ? നമ്പർ ഓഫ് ബിറ്റ്സ് അഡ്രസ്സിന് നമ്മൾ കൊടുക്കുന്നത് കൂടുതലാണ് ഇവിടെ. ഇനി പിന്നെയുള്ളത് അഡീഷണൽ ആയിട്ട് 4 രജിസ്റ്റേഴ്സും കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബേസ് രജിസ്റ്റർ STF. F എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള അക്യുമുലേറ്റർ ആണ് ഇത്. അതിൽ 48 ബിറ്റ്സ് വരും. ഇനി ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, SICയിലില്ല. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലോട്ട് പോവാം. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് പറയുമ്പം SICയിൽ എത്ര ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട്? ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ. അത് നമ്മൾ കണ്ടു. എങ്ങനെയാണ്? ഓപ്കോഡ്, അഡ്രസ്, X എന്ന് പറയുന്ന ഒരു ബിറ്റും ഉണ്ടാവും. Xന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും അഡ്രസ്സിംഗ് മോഡ് നമ്മൾ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ഇവിടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ആണതുള്ളത്. ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2, ഫോർമാറ്റ് 3, ഫോർമാറ്റ് 4. ഫോർമാറ്റ് 1 എന്ന് പറയാൻ കാര്യം 1 ബൈറ്റ്, അതായത് ഓപ്കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഫോമിലുള്ളതാണ് ഫോർമാറ്റ് 1ൽ വരിക. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കാണിക്കാം കേട്ടോ. ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2, ഫോർമാറ്റ് 3. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മള് RSUB എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഓർമ്മയുണ്ടോ? ഒരു എക്സാമ്പിൾ ആണ്. ഒരു മിനിറ്റ്. RSUB ഇതാണ് ഫോർമാറ്റ് 1ന്. അപ്പൊ ഓപ്കോഡ് ആണ് RSUB. അപ്പൊ ആ ഓപ്കോഡ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എടുക്കുന്നുള്ളൂ. അതിന് വേറെ ഓപ്പറൻസ് ഒന്നും ഇല്ല. നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് SICയില് ഓപ്കോഡ്, അഡ്രസ്, ഇങ്ങനെയാണ് ഫോർമാറ്റ്. അപ്പൊ ഈ അഡ്രസ് എന്ന് പറയുന്ന വാല്യൂ വരുന്നില്ല. ആകെ ഈ ഓപ്കോഡ് മാത്രം സ്റ്റോർ ചെയ്യുന്നതിനാണ് ഫോർമാറ്റ് 1 1 ബൈറ്റേ എടുക്കുന്നുള്ളൂ. അതാണ് ആ ഒരു ഇൻസ്ട്രക്ഷനുള്ള ഒരു എക്സാമ്പിള്. ഇനി നമ്മൾ പിന്നെ കാണുന്നത് ഫോർമാറ്റ് 2 ആണ്. ഫോർമാറ്റ് 2ല് 8 ബിറ്റ് ഓപ്കോഡും എടുക്കും. R1 എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്, R2 എന്ന് പറയുന്ന രജിസ്റ്റർ. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ആഡ് A, B. ഇങ്ങനെ ചെയ്യുന്ന ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മള് പുറകെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിക്കും. അഡീഷന് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യാം. ഇതിന്റെ അർത്ഥം A = A+B. വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്ററിലായിരിക്കും. അതാണ് ഫോർമാറ്റ് 2ന്റെ എക്സാമ്പിൾ. കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓരോ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പുറകെ പഠിക്കും കേട്ടോ. ഇനി ഫോർമാറ്റ് 3ല് നമുക്ക് ഓപ്കോഡ് എന്ന് പറയുന്നത് 6 ബിറ്റ്സ് ആയിരിക്കും. ബാക്കി നമുക്ക് 6 ബിറ്റ്സ്
യൂസ് ചെയ്യുക. ഇവിടെ 3 bytes ആണ് യൂസ് ചെയ്യുക. ഫോർമാറ്റ് 2 2 bytes. ഇവിടെ 8 4 4 8. അപ്പം 8 8 16. അപ്പം 2 bytes വരും. ഫോർമാറ്റ് 3 3 bytes, അതായത് 24 bits. ആദ്യത്തെ 6 ബിറ്റ് ഓപ്പ് കോഡിന് പോവും. പിന്നത്തെ 6 ബിറ്റ് ഈ ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയാണ് 12 ബിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് പുറകെ എക്സാമ്പിൾ കാണാം. ഇനി ഫോർമാറ്റ് 4 ആണ്. ഫോർമാറ്റ് 4 നമ്മള് ഇതുപോലെ തന്നെയാണ്, പക്ഷെ അവിടെ ബിറ്റ് കൂടും. 4 bytes ആവുമ്പം നമുക്ക് 32 bits ആണ്. അപ്പൊ ആദ്യത്തെ 6 ബിറ്റ് ഓപ്പോഡിന് തന്നെ, പിന്നത്തെ 6 ബിറ്റ് ഈ ഫ്ലാഗുകളോ, ഈ ഫ്ലാഗ് എന്തിനാ യൂസ് ചെയ്യുന്നത് പുറകെ പറയാം. അപ്പൊ ഈ ഫ്ലാഗും ഓപ്പോഡിന്റെയും നമ്പർ ഓഫ് ബിറ്റ്സ് സെയിം ആണ്. പിന്നെ ഉള്ളത് 20 ബിറ്റ്സ് ആണ് നമ്മൾ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ ഫ്ലാഗും എന്താന്ന് പറയാം. N എന്ന് പറയുന്ന ഫ്ലാഗ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് നിങ്ങൾ COL പഠിച്ചതല്ലേ? അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഓർമ്മയുണ്ടോ? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാല് വാല്യൂ ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹാഷ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കഴിഞ്ഞ ഒരു വാല്യൂ പറയാം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ LD എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? LD യൂസ് ചെയ്യുന്നേ അക്യുമുലേറ്റർ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് എന്തായാലും ഒരു വാല്യൂ 4 ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ 4 എന്ന് പറയുന്നതാണ് ഡേറ്റ വാല്യൂ. ദിസ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദി അക്യുമുലേറ്റർ. കേട്ടോ? അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ നമുക്കിവിടെ SIC-ലാണേലും 2 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി SIC/XC-ല് ഏതൊക്കെ തരം അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്താണ് ഈ ബിറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ ഓരോ അഡ്രസ്സിംഗ് മോഡിനും ഓരോ ഫ്ലാഗുകളായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ വരുന്നതെങ്കിൽ ഐന്റെ വാല്യൂ, I ആണ് ഫ്ലാഗ് ബിറ്റ് യൂസ് ചെയ്യുക. ഐയുടെ വാല്യൂ 1 ആയിരിക്കും. അഡ്രസ് മോഡ്സ് പുറകെ പഠിക്കാൻ പോവാണ്. എന്നെ അവിടെ നിൽക്കും. കേട്ടിട്ടുള്ളത് വെച്ച് എന്ന് പറയുന്ന വാല്യൂ ഓർമ്മയുണ്ടല്ലോ. എക്സ് എന്ന് പറയുന്നത് 0 ഡയറക്റ്റ് അഡ്രസ്. അതായത് ഈ പറയുന്ന 12 ബിറ്റ് ഇല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന കണ്ടോ? എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇത് കണ്ടോ, ടാർജറ്റ് ഓപ്പ് കോഡ് കഴിഞ്ഞിട്ട് അഡ്രസ് സ്പെസിഫൈ അല്ലേ ചെയ്യുക സാധാരണ SIC-ല്. എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതുപോലെ എന്നിന്റെ ബാക്കിയുള്ളതെല്ലാം സീറോസ്. ഡയറക്റ്റ് അഡ്രസ്സിങ്ങിന്റെ അവിടെ കിടക്കട്ടെ. എന്നിന്റെ വാല്യൂ 1 ആണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് N ഇൻഡയറക്റ്റ്, I ഇമ്മീഡിയറ്റ്, B എന്ന് പറയുന്ന രജിസ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നേ? ബേസ് അല്ലേ? ബേസ് എന്ന് പറയുന്ന രജിസ്റ്റർ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണല്ലോ. അപ്പം നമ്മള് B എന്ന് പറയുന്നത് ബേസ് രജിസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. P എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ. E എന്ന് പറയുന്ന ബിറ്റ് വാല്യൂ 0 1 ആവാം. ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ ഫോർമാറ്റ് 3.
ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ ഫോർമാറ്റ് 4. ഈ 6 ബിറ്റുകളുടെയും വാല്യൂസ് സെറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ തരം അഡ്രസ്സിംഗ് മോഡ്സ് ആ വരുന്നതെന്ന് പറയാം. അപ്പൊ നമുക്ക് ഫോർമാറ്റ് 3 വെച്ച് പറയാം. ഫോർമാറ്റ് 3യിൽ വരുന്ന അഡ്രസ്സിംഗ് മോഡ്സുകളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പം അതിൽ 2 ടൈപ്പ് ആണ് വരുന്നത്. മെയിൻലി ബേസ് റിലേറ്റീവ് അഡ്രസ്സിങ്ങും പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിങ്ങും ആണ് നമ്മൾ പറയുക. ബേസ് റിലേറ്റീവ് അഡ്രസ്സിങ് ആവണമെങ്കിൽ ഈ ബിയുടെ വാല്യൂ 1 ആയിരിക്കണം. ബിയുടെ വാല്യൂ മാത്രം. കണ്ടോ? ഹലോ, കണ്ടു സർ. ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ബി ഈക്വൽ ടു 1. ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ഈ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിയുടെ വാല്യൂ 1, പിയുടെ വാല്യൂ 0. അപ്പൊ എന്നിന്റെ ഐയുടെ വാല്യൂ 1 1 ആയിരിക്കും. ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ബിക്കകത്ത് നമുക്ക് അഡ്രസ് സ്റ്റോർ ചെയ്യാന്നല്ലേ പറഞ്ഞേ? ബേസ് രജിസ്റ്ററിൽ അഡ്രസ് സ്റ്റോർ ചെയ്യാലോ. അപ്പം ഈ ഫ്ലാഗ് ബിറ്റുകളുടെ വാല്യൂ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ടാർഗറ്റ് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യണല്ലോ, ഓപ്പറന്റ് ആക്സസ് ചെയ്യണല്ലോ. അപ്പൊ ഓപ്പറന്റ് എന്ന് പറയുന്നത് ഇരിക്കുന്ന സ്ഥലം, ആ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുക. ടാർഗറ്റ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു ബേസ് രജിസ്റ്റർ പ്ലസ് ഈ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ഫോർമാറ്റ് 3യിലെ ഈ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഇല്ലേ, അതിലെ വാല്യൂ ബേസ് രജിസ്റ്ററിൽ ഒരു അഡ്രസ് ഉണ്ട്, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ഓപ്പ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ആക്സസ് ചെയ്യേണ്ട ടാർഗറ്റ് അഡ്രസ് വാല്യൂ കിട്ടും. ക്ലിയർ ആയോ? ഇല്ല സർ, ഒന്നുകൂടെ ലാസ്റ്റ് പറഞ്ഞത്. നമുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫോർമാറ്റ് 3യുടേത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഈ 12 ബിറ്റ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആണ്. അപ്പൊ നമ്മുടെ ഫ്ലാഗിന്റെ ബിറ്റിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ 1, ഐയുടെ വാല്യൂ 1, ബി എന്ന് പറയുന്ന ഫ്ലാഗ് ബിറ്റിന്റെ വാല്യൂ 1ഉം പിയുടെ വാല്യൂ 0 ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ബിറ്റുകളുടെ റെപ്രസെന്റേഷൻ എങ്കിൽ ഈ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്തേലും ആയിരിക്കും. നമ്മൾ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു ഓപ്പ് കോഡ് വരികയാണെങ്കിൽ ആ ഓപ്പ് കോഡ് എന്ന് വെച്ചാൽ എന്ത് ഓപ്പറേഷനും ചെയ്യണം. ആ ഓപ്പറേഷന് ചെയ്യാനുള്ള വാല്യൂ നമുക്ക് മെമ്മറിന്ന് ആക്സസ് ചെയ്യണ്ടേ? ആ അഡ്രസ് എന്ന് മെമ്മറിന്ന് ഏത് അഡ്രസ്സിൽ നിന്നാണ് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യുന്നത്, അതിനെയാണ് ടാർഗറ്റ് അഡ്രസ് എന്ന് വിളിക്കുക. ഈ ടാർഗറ്റ് അഡ്രസ്സിന് ഉള്ള അഡ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഉണ്ടല്ലോ, ആ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഈ ബേസ് രജിസ്റ്ററിലും ഒരു അഡ്രസ് ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് നമ്മുടെ ടാർഗറ്റ് അഡ്രസ് കിട്ടുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ. അതുപോലെ പിയുടെ വാല്യൂ 1 ആവുമ്പോഴോ അതിനെ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. അപ്പൊ ഫ്ലാഗുകളുടെ ബിറ്റ് വാല്യൂ കണ്ടോ, പിയുടെ വാല്യൂ 1 ആയിരിക്കണം. അപ്പൊ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ എടുക്കും. അപ്പം ഈ ബാക്കിയുള്ള ബിറ്റ് എന്തായാലും 1 തന്നെ ആയിരിക്കുമല്ലോ. N1, I1 അത് 0 വരത്തില്ല. എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഫോർമാറ്റ് 3 ആയിരിക്കും. അല്ല, ഈ N-ഉം I-യും മാറും. ബി അല്ലേ, അല്ല P = 1 ഐയുടെ വാല്യൂ 1 ആയിരിക്കും. എന്നിന്റെ ഐയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ബിയുടെ വാല്യൂ 1 ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് വരിക.
അപ്പൊ ബേസ് രജിസ്റ്ററിലെ അഡ്രസ്സും ഡിസ്പ്ലേസ്മെന്റും കൂടി ആയിരിക്കും ആഡ് ചെയ്യാം. ഇനി പിയുടെ വാല്യൂ, പി എന്ന് പറയുന്ന ബിറ്റിന്റെ വാല്യൂ ആണ് 1. കറസ്പോണ്ടിങ്ങിൽ എന്നും ഐയും 1 തന്നെ ആയിരിക്കും. അപ്പോഴാണ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. അപ്പൊ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ആ രജിസ്റ്ററിലെ അഡ്രസ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂസ് ഏത് റേഞ്ചിനുള്ളതായിരിക്കണം, അങ്ങനെയുള്ളപ്പോഴേ നമുക്ക് ഈ വാല്യൂ ഇതിലോട്ടൊക്കെ ആഡ് ചെയ്ത് ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഡിസ്പ്ലേസ് ഇവിടെ കണ്ടോ, ഒരു റേഞ്ച് കാണിക്കുന്നുണ്ടോ? ഈ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ, ഈ അകത്തുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഈ റേഞ്ചിനുള്ളിലായിരിക്കണം ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡില്. അതുപോലെ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഈ റേഞ്ചിനുള്ളതായിരിക്കണം. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഒരിക്കലും ഈ റേഞ്ചിന്റെ പുറത്ത് പോകാൻ പാടില്ല. പുറത്ത് പോവാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അഡ്രസ് വാല്യൂ അതിന് വെളിയിൽ പോകാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് അഡ്രസ്സിംഗ് മോഡ്സ് എവിടെ യൂസ് ചെയ്യുന്നേ? ഫോർമാറ്റ് 3 യൂസ് ചെയ്യുക. കണ്ടോ, എന്നിന്റെ ഐയുടെ വാല്യൂ കണ്ടോ? അത് രണ്ടിലും 1 എന്നിന്റെ ഐയുടെ. ഇനി അടുത്ത അഡ്രസ്സിംഗ് മോഡ് ഒരു മിനിറ്റ്, ഇത് മിസ്സിന്റെ കട്ടാകുന്നതാണോ? നെറ്റ് എന്തെങ്കിലും ഇഷ്യൂ? അത് എന്റെ ആണെന്ന് അറിയില്ല. വേറെ ആരെങ്കിലും ഒന്ന് റിപ്ലൈ ആവുക. ബ്രേക്ക് വന്നായിരുന്നു. അല്ല, മിസ്സിന്റെ പ്രശ്നമാണോ എന്റെ പ്രശ്നമാണോ? വേറെ ശരത്തെ ആരെങ്കിലും ഒന്ന് റിപ്ലൈ ആവും? ആണോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. ശരത്തെ മിസ്സിന്റെയും ബ്രേക്ക് ആണല്ലോ. അല്ല, ആരുടെ ബ്രേക്ക്? എന്റെ ആണോ അതോ? അല്ല, മിസ്സിന്റെയും തന്നെ ഇടയ്ക്കൊരു ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ബ്രേക്കിംഗ് ആയിരുന്നു. അപ്പൊ ഒന്നും പറഞ്ഞത് വ്യക്തമായില്ല. കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല മിസ്സേ. അപ്പം പ്രോഗ്രാം കൗണ്ടർ മനസ്സിലായോ? അടുത്തതിലോട്ട് പോകാവോന്നറിയാന്. ഹലോ, മനസ്സിലായി മിസ്സേ. അതായത് P0 വരുമ്പോ ബേസ് റിലേറ്റീവ് അല്ല, ബേസ് റിലേറ്റീവ് എന്ന് പറയുമ്പോ ബി എന്ന് പറയുന്ന ബിറ്റ് 1 ആയാൽ മതി. ബി ഈക്വൽ ടു 1. അപ്പൊ പിയുടെ വാല്യൂ 0 ആയിരിക്കണം. പ്രോഗ്രാം കൗണ്ടർ ആണെങ്കിൽ ബി ഈക്വൽ ടു 0, പി ഈക്വൽ ടു 1. ഇത് ഫോർമാറ്റ് 3ക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഫോർമാറ്റ് 3 ആണെങ്കിൽ ഇയുടെ വാല്യൂ 0 ആയിരിക്കും. എന്നും ഐയും എപ്പോഴും 1 ആയിരിക്കും. എന്നും ഐയും 1 ആയിരിക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ ടൈപ്പ് അഡ്രസ്സിംഗ് ആണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ്. അത് ഫോർമാറ്റ് 3ക്കും 4നും വർക്ക് ചെയ്യും. ഇയുടെ വാല്യൂ 0 ആണേലും ഇയുടെ വാല്യൂ 1 ആണേലും ഡയറക്റ്റ് അഡ്രസ്സിംഗ് വർക്ക് ചെയ്യും. ഡിലേ ആവുന്നുണ്ടോ? ഇല്ല, ഡിലേ ആവുന്നില്ല, കുഴപ്പമില്ല, ക്ലിയർ ആണ്. അപ്പം ബി ഈക്വൽ ടു ഡയറക്റ്റ് അഡ്രസ്സിംഗിന്റെ കേസിൽ ബിയുടെ വാല്യൂ 0, പിയുടെ വാല്യൂ 0, എന്നും ഐയും 1. ബിറ്റിന്റെ വാല്യൂ കണ്ടല്ലോ. കണ്ടു. ഇനി ഡയറക്റ്റ് അഡ്രസ്സിംഗിന്റെ കേസിലാണ് പറഞ്ഞത്. ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഈ 12 ബിറ്റ് ആണ് ഫോർമാറ്റ് 3ക്ക്. അവിടെയുള്ള
ആയിരിക്കും ടാർഗറ്റ് അഡ്രസ് ആയിട്ട് എടുക്കുക. ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് സ്റ്റേറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞേ. ഒന്നുകൂടെ പറയണം മിസ്സേ, ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി. ഫോർമാറ്റ് 3 ഹലോ, ഇടയ്ക്ക് ബ്രേക്ക് ആയി. അല്ലേ ആണല്ലേ, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഫോർമാറ്റ് 3 ഇപ്പോഴും ഇപ്പൊ കുഴപ്പമില്ല. ഹോൾഡ് ചെയ്യാവും. പോകുമ്പോ എന്നോടൊന്ന് പറയണേ, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ പറയുമ്പോ എനിക്ക് കേൾക്കാം. അപ്പം നമ്മള് ഡയറക്റ്റ് അഡ്രസ്സിങ്ങില് നമുക്ക് ഫോർമാറ്റ് 3ക്കും 4നും യൂസ് ചെയ്യാവുന്നതുകൊണ്ട് ഇയുടെ വാല്യൂ 0 ആയാലും ഇയുടെ വാല്യൂ 1 ആണെങ്കിലും ബിയും പിയും 0 ആണെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയും. അപ്പൊ എന്നിന്റെ ഐഡൻ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ഫോർമാറ്റ് 3 ഈ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കിടക്കുക ഫോർമാറ്റ് 3. അതെ, ടാർഗറ്റ് അഡ്രസ് ആയിട്ട് ഈ വാല്യൂ ഫോർമാറ്റ് 4 ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്ന അഡ്രസ് ആയിട്ടും എടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ? ഡയറക്റ്റ് ആയിട്ട് അവിടെ അഡ്രസ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ മീനിങ് ഒന്നും ഇല്ല. അല്ല, അഡ്രസ് എടുക്കുന്നത് അത് 3 ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ എടുക്കത്തുള്ളൂ മിസ്സേ, അങ്ങനല്ലേ? അത് കാരണം ടാർഗറ്റ് അഡ്രസ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് നല്ല സ്ട്രക്ചർ പറയുന്നത് 12 ബിറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് 4 20 ബിറ്റിൽ നമ്മൾ അഡ്രസ് എന്നല്ലേ പറയുന്നേ. അതുകൊണ്ട് ടാർഗറ്റ് അഡ്രസ് ഓപ്കോഡ് കഴിഞ്ഞ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ എന്താണോ അവിടെയുള്ള അവിടെ നിന്നായിരിക്കും നമ്മൾ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുക കേട്ടോ. ആ അഡ്രസ്സിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന്, ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അഡ്രസ്, അങ്ങനല്ലേ? അത് ഇയുടെ വാല്യൂ അനുസരിച്ച് ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് ഫോർമാറ്റ് 3നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുക. ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ ടാർഗറ്റ് അഡ്രസ് ഫോർമാറ്റ് 4നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ അഡ്രസ് ആണ് പറയുന്നത്. അപ്പൊ ടാർഗറ്റ് അഡ്രസ് ആ അഡ്രസ് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുന്നു ഡയറക്ട്ലി. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം കേട്ടോ. ക്ലിയർ ആയല്ലോ? പ്രോഗ്രാം വരുമ്പോ നമ്മളെ ഈ പറയുന്ന അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് 3rd മോഡ്യൂളിൽ പഠിക്കും. ഇതെല്ലാം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. അവിടാണ് ഏറ്റവും കൂടി ഡീറ്റെയിൽ. നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് ഈ ബിറ്റുകളുടെ വാല്യൂ ഒക്കെ പറഞ്ഞങ്ങ് നിർത്തത്തേ ഉള്ളൂ. പ്രോബ്ലം ഒക്കെ അവിടെ ആ ഇൻസ്ട്രക്ഷൻസിന്റെ അഡ്രസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ഇത് ആവശ്യം വരും. അപ്പോഴാണ് ഇത് മെയിൻ യൂസേജ് വരുന്നത്. ഈ അടുത്ത ടൈപ്പ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് ഫോർമാറ്റ് 3ലും 4ലും മാത്രമേ ഉള്ളൂ. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗിന് നമ്മൾ ഏത് ബിറ്റാ യൂസ് ചെയ്യുക? എക്സ്. എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 1. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അവിടെ എന്നിന്റെ ഐഡൻ വാല്യൂ ഒന്നെങ്കിൽ 2ഉം 1 ആയിരിക്കണം, അല്ലെ 2ഉം 0 ആയിരിക്കണം. ഏത് കേസ് വേണേലും ആകാം. അപ്പൊ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ ചെയ്യുന്നത് NIX1. ആ കേസില് ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ ഡിസ്പ്ലേസ്മെന്റും കൂടി ആഡ് ചെയ്യും. അത് ഫോർമാറ്റ് 3ല്. ഫോർമാറ്റ് 4 ആണെങ്കിൽ ആ പൊസിഷനിലെ അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ് പ്ലസ് എക്സ് രജിസ്റ്ററിലെ വാല്യൂയും കൂടി ആഡ് ചെയ്യും. അതാണ് ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് എക്സിന്റെ വാല്യൂ 1 വരുവാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് 3ലാണെങ്കിൽ എക്സിന്റെ പൊസിഷനിലുള്ളത് വാല്യൂ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ്. ഫോർമാറ്റ് 4 ആണെങ്കിലോ ആ പൊസിഷനിലെ അഡ്രസ് അല്ലേ? അഡ്രസ്. അത്രേ ഉള്ളൂ ഇൻഡെക്സ് അഡ്രസ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങില് 0 ഐയുടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഒരിക്കലും ഇൻഡെക്സ്ഡ്
ഇൻഡെക്സ് യൂസ് ചെയ്യത്തില്ല കേട്ടോ. എക്സ് എന്നുള്ള വാല്യൂ 1 ആവില്ല ഒരിക്കലും. കണ്ടോ, ഫോർമാറ്റ് 3ലും ഫോർമാറ്റ് 4ലും എക്സിന്റെ വാല്യൂ ഐയുടെ വാല്യൂ 1 ആണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് അറിയാനിട്ട്. എന്നിന്റെ വാല്യൂ 0 ആയിരിക്കണം, എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓപ്പറന്റ് വാല്യൂ ഫോർമാറ്റ് 3ല് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഫോർമാറ്റ് 4 ആകുമ്പോൾ അഡ്രസ് എന്ന് പറയുന്ന പൊസിഷനിൽ ആ വാല്യൂ പറഞ്ഞിട്ടുണ്ടോ, വാല്യൂ ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് വാല്യൂ. അതാ ഫോർമാറ്റ് 3 ആകുമ്പോ ആ പൊസിഷൻ, ആ വാല്യൂ എവിടെയാ കാണുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പൊസിഷനിൽ. ഫോർമാറ്റ് 4 ആണെങ്കിൽ അഡ്രസ് എന്ന് പറയുന്ന പൊസിഷനിൽ. രണ്ട് പൊസിഷനിലും എക്സ് 0. എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞ, അപ്പം എക്സ് എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും 1 വരത്തില്ല കേട്ടോ. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആവുമ്പം ഐയുടെ വാല്യൂ 0 ആയിരിക്കും, എന്നിന്റെ വാല്യൂ 1. എക്സിന്റെ വാല്യൂ എന്തായാലും എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ ആയോ? ഫ്ലാഗ് ബിറ്റ് വാല്യൂ കണ്ടോ? കണ്ടു. എന്ന് 1 ആയിരിക്കും അല്ലെ? 1 എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഐ 0, എക്സ് 0. ഇനി ഇവിടെ ഒരു ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അഡ്രസ് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ അഡ്രസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇപ്പം ഫോർമാറ്റ് 3ലാവുമ്പം എക്സിന്റെ വാല്യൂ, ഫോർമാറ്റ് 3ല് ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കാണുന്നേ? പക്ഷേ നമ്മുടെ ആക്ച്വൽ വാല്യൂ ഇരിക്കുന്നത് ഈ ടാർഗറ്റ്, ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ്സിന്റെ അകത്ത് വേറൊരു അഡ്രസ് ഉണ്ടാവും, അതിലാണ് നമ്മുടെ ആക്ച്വൽ ഡേറ്റ. മനസ്സിലായോ? ഇൻഡയറക്റ്റ് അല്ലേ? അതായത് നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന നമ്മളെ ഈ ഓപ്പ് കോഡ് കഴിഞ്ഞ ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഉണ്ടാവും. മുമ്പൊക്കെ ഡയറക്റ്റ് ആണെങ്കിൽ, ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡയറക്ട്ലി ഒരു അഡ്രസ് പറഞ്ഞിട്ടാണ് നേരെ ആ അഡ്രസ്സിൽ പോയി വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇൻഡയറക്റ്റ് ആകുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ് തന്നെയാണ്. ആ അഡ്രസ്സിന്റെ അകത്ത് വേറൊരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിൽ പോയിട്ടാണ് നമ്മൾ വാല്യൂ എടുക്കുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ? ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഓപ്പറന്റ് അല്ലേ വേണ്ടേ? ഓപ്പറന്റ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റിന്റെ അകത്തെ നോക്കിയിട്ട് അതിന്റെ അകത്തെ വാല്യൂ കേട്ടോ. അപ്പം അത് ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഫോർമാറ്റ് 3 ആണെങ്കിൽ അതുപോലെ തന്നെ ഫോർമാറ്റ് 4ല് അഡ്രസ് എന്നായിരിക്കും ആ സ്ഥാനത്ത്. അതേ ഉള്ളൂ വ്യത്യാസം. ഫോർമാറ്റ് 3ലും ഫോർമാറ്റ് 4ലും ഇത് വർക്ക് ചെയ്യും. ക്ലിയർ ആയോ? ഇനി അടുത്ത ടൈപ്പ് അഡ്രസ്സിംഗ് മോഡാണ് സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ്. സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കേസസ് ഉണ്ട്. എന്നിന്റെ ഐയുടെയും വാല്യൂ 1 ആകാം, എന്നിന്റെ ഐയുടെയും വാല്യൂ 0 ആകാം. എന്നിന്റെയും ഐയുടെയും വാല്യൂ 0 ആണെങ്കിൽ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. എന്നിന്റെ ഐയുടെയും വാല്യൂ 1 ആണെങ്കിൽ ഫോർമാറ്റ് 3ല് ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാണില്ലേ? ഇല്ല, ഒന്നും ഇല്ല. സെയിം സിമ്പിൾ അഡ്രസ്, അതായത് അടുത്ത പ്രശ്നമാണോ? ലാസ്റ്റ് പറഞ്ഞ ഒന്നും കേട്ടില്ല. അകത്ത് സിമ്പിൾ അഡ്രസ്സിംഗ് മോഡാണോ പറഞ്ഞേ?
ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒന്നും അത് ക്ലിയർ ആയില്ല. മുമ്പത്തെ കേട്ടോ. സിമ്പിൾ തൊട്ട് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. ഹലോ ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. പക്ഷെ ലാസ്റ്റ് പറഞ്ഞത് കട്ടായി. സിമ്പിള് പറഞ്ഞപ്പോഴേ. ഹലോ. സിമ്പിള് പറഞ്ഞപ്പോ കട്ടായി. അല്ല ഇപ്പം കേക്കാമോന്ന് അറിയാനാ ചോദിച്ചത്. അതൊന്നും കൂടി പറയാം. ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ i = 1 ഈ സിമ്പിൾ അഡ്രസ് മോഡില് 2 കേസസ് വരാം. i = 1 ഉം n = 1 എന്ന് പറയുന്നതും, അല്ലെങ്കിൽ i = 0 n = 0. 2 കേസസ് കണ്ടോ? i ഉം n ഉം 1 ആവുന്നു, i ഉം n ഉം 0 ആവുന്നു. ഓക്കെ, കേസ് രണ്ടും കണ്ടു. i ഉം n ഉം 1 ആണെങ്കിൽ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഫോർമാറ്റ് 3-ല് ഈ പറയുന്ന ഓപ്പ് കോഡ് കഴിഞ്ഞിട്ട് പറയുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഒരു വാല്യൂ, ആ വാല്യൂവിന്റെ അകത്തുള്ള ആ വാല്യൂ അത് അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ്സിൽ പോയി ചെന്നാൽ വാല്യൂ കിട്ടും. ടാർഗറ്റ് അഡ്രസ് അഡ്രസ് ആയിരിക്കും അല്ലെ? അവിടെ അഡ്രസ് ഈ ഇൻസ്ട്രക്ഷനിലുള്ള അഡ്രസ്സിൽ പോയി ചെന്നാൽ വാല്യൂ കിട്ടും. ഇത്രേ ഉള്ളൂ. ഫോർമാറ്റ് 3-ലും ഫോർമാറ്റ് 4-ലും അങ്ങനെ വർക്ക് ചെയ്യും. i = 0 n = 0 ആണെങ്കിൽ SIC-ലെ പോലെ ഡിസ്പ്ലേസ്മെന്റ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഇത് മൊത്തത്തിലായിരിക്കും നമ്മൾ അഡ്രസ് ആയിട്ട് എടുക്കുക. i ഉം n ഉം 0 ആണെങ്കിൽ ടാർഗറ്റ് അഡ്രസ് അത് അങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ സാർ? that will be part of the address field of the instruction. അതായത് ഫോർമാറ്റ് 3 will be identical to the format of SIC. കേട്ടോ? ഫോർമാറ്റ് SIC-ൽ എങ്ങനെയാ? ഓപ്പ് കോഡ് എക്സ് അഡ്രസ് അല്ലേ? അതെ. അപ്പൊ n ഉം i ഉം 0 ആണെങ്കിൽ അപ്പൊ ഇത്രയും ബിറ്റ് ബാക്കി BPE X ഉണ്ട്, BPE ഇത് മൊത്തത്തിൽ എന്തായി അഡ്രസ് പാർട്ടിൽ വരും. ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേഷനില് BPE ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിനകത്ത് എല്ലാത്തിന്റെ വാല്യൂ അങ്ങനെ എടുത്തു അല്ലേ? എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. SIC-ല് ഓപ്പ് കോഡ് അങ്ങനല്ല നമ്മൾ പറയുന്നത്. 2 കേസസ് ഉണ്ട്. ഐയുടെ വാല്യൂ 1 ഉം n-ന്റെ 1 എന്ന് പറയുന്നത് ഫോർമാറ്റ് 3-ലും ഫോർമാറ്റ് 4-ലും എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അതങ്ങ് അഡ്രസ് ആയിട്ട് എടുക്കുക ചെയ്ത് ആ അഡ്രസ്സിൽ പോയി വാല്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ 0-യും n-ന്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ഓപ്പ് കോഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അഡ്രസ്സിന്റെ കാൽക്കുലേഷൻ ഈ ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ലായിരുന്നു മുമ്പ് എടുത്തോണ്ടിരുന്നത്. ഇവിടെ പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് BPE ഈ ബിറ്റും കൂടി ചേർത്താണ് നമ്മൾ അഡ്രസ് കാൽക്കുലേഷൻ ഉപയോഗിക്കുക. അത് ഒരുമിച്ച് ചേർത്ത് എടുക്കുമ്പോ അഡ്രസ് ആവും. ആ അഡ്രസ്സിൽ പോയി വാല്യൂ എടുക്കുക. അഡ്രസ്സിനുള്ള ബിറ്റുകൾ അതും കൂടി ചേർത്തിട്ടാണ് അഡ്രസ് കാൽക്കുലേഷൻ എടുക്കുക. അതാണ് BP ഡിസ്പ്ലേസ്മെന്റ് ഒരുമിച്ച് ചേർത്തിട്ട് അഡ്രസ് വാല്യൂ പറയും. ആ അഡ്രസ് പൊസിഷനിൽ പോയി വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ SIC-യുടെ സ്റ്റാൻഡേർഡ് പോലെ ആവുന്നു. ഓപ്പ് കോഡ് എക്സ് അഡ്രസ് എന്നല്ലേ? എക്സ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ അല്ലേ ഇത്? അപ്പൊ അത് മൊത്തത്തിൽ അഡ്രസ് കാൽക്കുലേഷൻ എടുക്കുമെന്ന്. അത്ര ഇനി നമുക്ക്
ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ തന്നിട്ടുണ്ട്, കണ്ടോ? അതിലൊരു അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അസ്യൂം ചെയ്യാം നമുക്കൊരു ഒബ്ജക്ട് കോഡ് തന്നിരിക്കുകയാണ്. ഒബ്ജക്ട് കോഡ് നമ്മൾ എഴുതുന്നത് ഹെക്സാഡെസിമൽ വാല്യൂലാണ് എഴുതുക. ഹെക്സാഡെസിമൽ വാല്യൂ എന്താണെന്ന് അറിയാലോ അല്ലെ? 0 to 9 ഹെക്സാഡെസിമൽ വാല്യൂ അറിയാം. അതായത് 4 ബിറ്റ് ഒരുമിച്ച് ചേർന്ന് ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. 4 0 വെച്ച് എന്ത് പറയും? ഹെക്സാഡെസിമൽ 0 എന്ന് പറയാമല്ലേ? ഇനി എ ബി സി ഡി ഒക്കെ അറിയാലോ വാല്യൂസ്. എയുടെ വാല്യൂ എന്നാ? ഹെക്സാഡെസിമൽ വാല്യൂ എന്നാ? 10 B11 C12. അങ്ങനെ അതിന്റെ ബൈനറി വാല്യൂ അറിയാലോ കറസ്പോണ്ടിങ്ങില്. 1010. അത് പിന്നെ 1 ആഡ് ചെയ്ത് പോയാൽ അടുത്തടുത്ത് കിട്ടും. അപ്പം നമ്മളിനി ഈ പറയുന്ന ഇതാണ് ഹെക്സാഡെസിമൽ വാല്യൂ. അതിനെ നമ്മള് അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. നമ്മള് ഒബ്ജക്ട് കോഡ് എന്ന് പറയുന്ന മെഷീൻ ലാംഗ്വേജ് അല്ലേ? അപ്പൊ ആ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ബൈനറി വാല്യൂസ് ആയിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നേ? അപ്പം നമ്മൾ ഈ ഹെക്സാഡെസിമൽ വാല്യൂവിനെ ഞാന് ബൈനറി വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ 1 എന്ന് പറയുന്നത് 001 എന്നല്ലേ റെപ്രസെന്റ് ചെയ്യാ? ഇനി അടുത്തത് 7ന്റെ 0111 അല്ലേ? അതാണ് അടുത്ത 4 ബിറ്റ്. ഇനി അടുത്തത് 2 അല്ലേ? 2ന്റെ 0010 കണ്ടോ? ഇനി അടുത്ത 0 എന്ന് പറയുമ്പോ 4 സീറോസ്. ഇനി 2010 D 1101. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് SIC/XC അല്ലേ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നെ. അപ്പം ഓപ്കോഡിന് എത്ര ബിറ്റ് എടുക്കും? 6 ബിറ്റ് അല്ലേ? ഇത്ര 6 ബിറ്റ് പോയേ? ആറ് ബിറ്റ് വന്നത് കണ്ടോ? കണ്ടു. അപ്പൊ അത്രേ ഓപ്കോഡ്. ഇനിയത്തെ 6 ബിറ്റ് ഈ ഫ്ലാഗുകളാണ്. ഇനി ബാക്കിയുള്ള എത്ര ബിറ്റ്സ് ഉണ്ട്? 1 2 3 4 12. അപ്പൊ 12 ബിറ്റ് വരുമ്പം ഏത് ഇൻസ്ട്രക്ഷൻ അത്? ഫോർമാറ്റ് 3 ആണോ ഫോർമാറ്റ് 4 ആണോ? 3. അപ്പം ഇനി നമുക്ക് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇഫക്റ്റീവ് അഡ്രസ് നമ്മുടെ ഓപ്കോഡ് ഇവിടെ പറഞ്ഞു. ഈ ഓപ്കോഡിനനുസരിച്ച് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യേണ്ടത് ഏത് അഡ്രസ്സിനാണെന്ന് അറിയണം. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ 12 ബിറ്റിന്റെ അകത്ത് ഡയറക്ട്ലി അഡ്രസ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ അതോ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്താലാണോ ഇഫക്റ്റീവ് അഡ്രസ് കിട്ടിയിട്ട് അതിൽ നിന്നാണോ ഡേറ്റ ആക്സസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ഈ ഫ്ലാഗ് ബിറ്റുകൾ നോക്കുക. ഈ ഫ്ലാഗ് ബിറ്റ് നോക്കുമ്പോ എന്നിന്റെ വാല്യൂ 1 ആണേ അല്ലേ? അപ്പൊ ഐയുടെ വാല്യൂ 1. അപ്പൊ എന്നിന്റെ വാല്യൂ 1. അതവിടെ കിടക്കട്ടെ. അടുത്ത ബിറ്റ് ഏത്? X = 0. അതവിടെ കിടക്കട്ടെ. ബിയുടെ വാല്യൂ 0. പിയുടെ വാല്യൂ 1 ആണ്. ഇയുടെ വാല്യൂ 0. അപ്പൊ ഫോർമാറ്റ് 3 തന്നെയാന്ന് കൺഫേം ചെയ്തു. അപ്പം പിയുടെ വാല്യൂ 1 ആണെങ്കിൽ അഡ്രസ് എന്നായിരിക്കും? പ്രോഗ്രാം കൗണ്ടർ ഇൻസ്ട്രക്ഷൻ അതല്ല. പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിന്റെ വാല്യൂ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. X 0 ആണ്. ഈ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 3 അല്ലേ? സപ്പോസ് അസ്യൂം ചെയ്യാം പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 3. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഈ പറയുന്ന 12 ബിറ്റിലോട്ട് ആഡ് ചെയ്യണ്ടേ ആക്ച്വൽ അഡ്രസ് കിട്ടണം എന്നുണ്ടെങ്കിൽ? അതായത് ഇവിടെ ബിറ്റിന്റെ വാല്യൂ പിയുടെ വാല്യൂ 1 എന്ന് കണ്ടില്ലേ? അതർക്ക് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് അല്ലേ വേണ്ടേ?
വേണ്ട. അപ്പം നമുക്ക് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ് മോഡിൽ ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേഷൻ എങ്ങനെയാ? പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ബേസ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഏകദേശം ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ അല്ലേ 12 ബിറ്റ്? 12 ബിറ്റ്. ഓക്കെ. ഇനി പി സിയുടെ വാല്യൂ സപ്പോസ് അസ്യൂം ചെയ്യാ 3 ആണ്. പ്രോഗ്രാം കൗണ്ടറിൽ വാല്യൂ ഇപ്പൊ 3 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പൊ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 + 2D അല്ലേ? അവിടുത്തെ 2D ആയിട്ടല്ലേ? അപ്പം മിസ്സേ ഒരു ഡൗട്ട് നമ്മുടെ ഞാനത് നോട്ട് ചെയ്ത് വെച്ചാണ് അങ്ങനെയായിരുന്നു. കാരണം ഇതിനകത്ത് ബേസ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എഴുതി വെച്ചായിരുന്നു. TAC അത് ഇതിനകത്ത് വരുന്നായിരുന്നു. ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. അതിന്റെ ആയിരുന്നല്ലേ? അതിന് തൊട്ട് ബിയുടെ വാല്യൂ 1 ആയിരിക്കണം ആ കേസില്. ഇവിടെ ബിയുടെ വാല്യൂ പക്ഷെ 0 ആണ്. കണ്ടോ? ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ഞാൻ എടുത്ത് കാണിക്കാം. അതുപോലത്തെ കേസല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. എന്നിന്റെ വാല്യൂ 1, ഐയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 0, പിയുടെ വാല്യൂ 0. അതുപോലെ തന്നെ ഫോർമാറ്റ് 3യിലാണ് ഇത് വർക്ക് ചെയ്യുക. ആ ഒരു കേസല്ലേ ഈ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത്. എന്നിന്റെ വാല്യൂ 1, ഐയുടെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ എന്തായാലും പോട്ടെ, ബിയുടെ വാല്യൂ 0, പിയുടെ വാല്യൂ 1, ഇയുടെ വാല്യൂ 0 ആണ്. ഫോർമാറ്റ് 3യിലെ വർക്ക് ചെയ്യുള്ളൂ. അപ്പം പി സിയിലുള്ള വാല്യൂ 3 എന്ന് അസ്യൂം ചെയ്യുമ്പോൾ 3 പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 2D. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും? നമ്മുടെ ടാർഗറ്റ് അഡ്രസ് കിട്ടും. ഈ അഡ്രസ്സിൽ പോയിട്ട് വേണം ഈ പറയുന്ന ഓപ്കോഡ് വാല്യൂ ആക്സസ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അടുത്ത ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കാം. സർ. അപ്പം 9 അല്ലേ? 9 ആവുമ്പോ അതിന്റെ വാല്യൂ എത്ര? 1001 എഴുതിയിട്ടോളെ. 2ന്റെ വാല്യൂ 0010. ബിയുടെ വാല്യൂ ബി വരുമ്പോ 11 വരും. അപ്പൊ 1011. 8ന്റെ വാല്യൂ 1000. പിന്നെ 2 സീറോസ് അല്ലേ? എല്ലാം കൂടി എഴുതിയിടുക. എഴുതിയിട്ടോ? ബൈനറി വാല്യൂസ് എല്ലാം എഴുതിയിട്ടോ? എഴുതിയിട്ട്. ആദ്യത്തെ 6 ബിറ്റ് ഓപ്കോഡിന് മാറ്റി വെക്കുക. ഇതെല്ലാം ഒരു വ്യത്യാസം നേരത്തെ എഴുതണ്ട. ഞാൻ താഴത്തെ നേരത്തെ എഴുതി കേക്കെ. ഞാനിവിടെ എഴുതുന്നില്ല. താഴെ അതിന്റെ കൊടുത്തിട്ടുണ്ട്. എഴുതി നോക്കുമ്പോ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാ. ഓക്കെ. അപ്പൊ ആദ്യം 9 ആയിട്ട് 1001. ബാക്കിയുള്ളവരൊന്ന് ചെയ്ത് നോക്കുന്നോ കൂടെ? ചരിത്തെ ടോണി ഉണ്ടോ അവിടെ? 1011 ചെയ്തു നോക്കാവോ? ഇത് പ്രോബ്ലം ചെയ്യുമ്പോ ഇച്ചും കൂടി തറവാവും. അതുകൊണ്ടാ പറഞ്ഞ സാധനം ഇച്ചും കൂടി മനസ്സിലാവും. ഓക്കെ. അത്ര എഴുതി. മൊത്തം എഴുതിയോ? 1001 0010 then 1011. 4 ബിറ്റ് വെച്ചായിട്ട് റെപ്രസെന്റ് ചെയ്ത് എഴുതണേ. then 8ന് 1000 then 00 2 സീറോയും 4 സീറോസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ 6 ബിറ്റ് ഓപ്കോഡ് ആയിട്ട് എടുത്തേ. മാറ്റിട്ടോ? അതൊരു വര വരച്ചു. ഇനി പിന്നത്തെ 6 ബിറ്റ് നോട്ട് ചെയ്തോ? 6 ബിറ്റ് നോട്ട് ചെയ്തു. ആൻസർ എഴുതിയിട്ടില്ല. നമുക്ക് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. അതന്നെ മിസ്സിംഗ് കൂടെ നോക്കാം. വാല്യൂ ഒന്ന് പറയണേ. ഞാൻ ഇപ്പുറത്തോട്ട് മാറിയ ഒബ്ജക്ട് കോഡ് ഒന്ന് പറയാമോ? 1001. അതല്ല, നമ്മുടെ വാല്യൂ അതാരെങ്കിലും നോട്ട് ചെയ്തോ? ഒന്ന് പറയാം. 9 2 9 2 B 8
00. 92B800. കട്ടായല്ലോ. 928B00. അല്ല, ആണോ B8 ആണോ? B. 92B. 92B8. B800. 92 കഴിഞ്ഞിട്ട് B വരും. B 10008 4 സീറോസ് കണ്ടല്ലോ. ഇങ്ങനെയാണോ കിട്ടിയേ? കോഡ് ഇത്രയും NIXBPE ഇങ്ങനെയാണോ കിട്ടിയേ? ഹലോ, കിട്ടും. അതെ മിസ്സേ. രണ്ടാമത്തെ N എന്നാ വാല്യൂ? 1. Nന്റെ വാല്യൂ 1, ഐയുടെ വാല്യൂ 0. അപ്പൊ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. എക്സിന്റെ വാല്യൂ 1. അപ്പം ഇൻഡെക്സ്ഡ് അഡ്രസ് ബിയുടെ വാല്യൂ 0. പിയുടെ വാല്യൂ 1. ഈ 1. ഇയുടെ വാല്യൂ 1 അല്ലേ വരുന്നേ? അതെ. പിയുടെ വാല്യൂ 1, എന്നിന്റെ വാല്യൂ 1, ഐയുടെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 1, പിയുടെ വാല്യൂ 0, പിയുടെ വാല്യൂ 1, ഇയുടെ വാല്യൂ 1. ഇയുടെ വാല്യൂ 1 വരുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ആയിരിക്കണം. നമുക്ക് എക്സിന്റെ വാല്യൂ 0 ആവണം ഇൻഡയറക്റ്റ് അഡ്രസ്സിന്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിന് അല്ല. എക്സിന്റെ വാല്യൂ എത്രയാ? 1 അല്ലേ? അതെ മിസ്സേ, 1 ആണ്.
ഇൻഡെക്സ് അഡ്രസ് മോഡ് ഉപയോഗിക്കണമെങ്കിൽ ഇൻഡയറക്റ്റിന് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അതില് ഇവിടെ പി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പിയുടെ വാല്യൂ വന്നാലും ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഞാൻ നോക്കിട്ട് പറയാവേ കേട്ടോ. പ്രോബ്ലം ഞാൻ നോക്കിട്ട് പറയാം. കൺഫ്യൂസിങ് ഉണ്ട്. അടുത്തൊന്ന് നോക്കാം. അടുത്തത് ഏതായിരുന്നു? 777 എന്നുള്ളത് നോക്കി. ഇവിടെ എത്ര 7 തന്നെയായിരുന്നു. 0110 അല്ലെ? 011 011 011 1 2 3 0111 ഇല്ലേ? 1 2 3 4 5 6 അല്ലെ? 6 വന്നു. ഇനി ഇവിടെ ഓഫ് കോഡ് എന്ന് പറയുന്നത് ഇത്ര എടുത്തല്ലോ. ഇവിടെ NIFBPE NIയും 1 X 0 BPEയുടെ വാല്യൂ 1. ബിയും പിയും എന്ത് വാല്യൂസും വേണേലും വരാം. ഡയറക്റ്റ് അഡ്രസ്സിങ് BP എന്തെങ്കിലും ഇയുടെ വാല്യൂ 1. അപ്പൊ അതേതായിരിക്കും? ഇതേതാ ഈ കേസ്? വരുന്നത് ഇവിടെ 11 വന്നു. എക്സ് എന്തായാലും കുഴപ്പമില്ല. 11 വരാണ്ട് എക്സിന്റെ വാല്യൂ 0 വരുന്നത് ഇവിടെ വരും. ഇല്ല, എന്നിന്റെ വാല്യൂ 1ഉം 0 ഇല്ല. ആ കേസ് അല്ല. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡും വരുന്നില്ല. പിന്നെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എക്സിന്റെ വാല്യൂ 0 അല്ലേ? അതും വരില്ല. ഡയറക്റ്റ് അഡ്രസ്സിംഗ് പോവും അല്ലേ? പക്ഷെ BP 0 അല്ല. BPയും 0 അല്ല. BPയും 1 ആണ്. സിമ്പിൾ അഡ്രസ്സിങ്ങിലോ BP എന്ത് വേണേലും ആകാം. പ്രത്യേകം പറഞ്ഞിട്ടില്ല. 1 വന്നു. എക്സ് 0 എന്നുള്ള എക്സ് എന്തേലും ആകാം. ബാക്കിയുള്ളത് ഈ 1 ആണ്. അപ്പൊ ഫോർമാറ്റ് 4 ആണത്. ഇവിടെ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ് തന്നെ കേട്ടോ. 77 ആണ് ടാർഗറ്റ് അഡ്രസ്. ക്ലിയർ ആയോ? മറ്റേ കേസില് 1 0. പക്ഷെ ഈ ഒരു കേസ് വരുമ്പം പ്രശ്നമുണ്ട് കേട്ടോ. 1ഉം 0 എന്ന് വരുന്ന കേസ് ഇൻഡയറക്റ്റ്
അഡ്രസ്സിംഗിലാണ് ഇതിന്റെ വാല്യൂ എന്താ 1 കൊടുത്തിരിക്കുന്നത്. കട്ടായിരുന്നു ഇടയ്ക്ക് വോയിസ്. ഇവിടെ മുമ്പ് കണ്ട പ്രോബ്ലത്തിലെ ഞാൻ നോക്കിട്ട് പറയാന്നല്ലേ, എന്നും ഐയും 1ഉം 0 എന്നാ കൊടുത്തിരിക്കുന്നത്. 1ഉം 0 എന്ന് പറയുന്ന കേസ് എവിടെ വരും? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗിലും വരും. പിന്നെ വേറെ എങ്ങും ഇല്ലല്ലോ, വേറെ എങ്ങും ഇല്ല. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗിലെ 110 എന്നുള്ള കേസ് വരുന്നുള്ളു അല്ലെ? നോക്കിക്കേ, എക്സിന്റെ വാല്യൂ 0 ആവണം. പക്ഷെ അവിടെ എക്സിന്റെ വാല്യൂ എന്താ? 1 അല്ലേ വന്നേ? എക്സിന്റെ വാല്യൂ 1 അപ്പൊ അത് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. ബിപിയുടെ വാല്യൂ എന്താണേലും കുഴപ്പമില്ല. അപ്പൊ ഇതില് ചെയ്യാൻ പറ്റത്തില്ല, അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, സെക്കൻഡ് പ്രോബ്ലത്തില് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ? ചെയ്യാൻ പറ്റത്തില്ല. ആ കേസ് ഞാൻ കാണിച്ചു തന്നില്ലേ? ഇത് കണ്ടോ, 1ഉം 0 എന്ന് പറയുന്നത് ഇതിന് മാത്രമേ പറ്റുള്ളൂ. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. എന്നിന് 1 വന്ന അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. അത് ഇൻഡെക്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അവിടെ എക്സിന്റെ വാല്യൂ 1. ബിപിഇയുടെ വാല്യൂ നോക്കണ്ട. ബിപിയുടെ വാല്യൂ എന്തുവാണേലും ആയി. ഇൻഡെക്സ്ഡ് ഇൻഡയറക്റ്റിലാണെങ്കിൽ കണ്ടോ, ബിപിഇയുടെ വാല്യൂ എന്ത് വേണേലും ഇയുടെ വാല്യൂ 0 ആയാലും വർക്ക് ചെയ്യും, ഇയുടെ വാല്യൂ 1 ആയാലും വർക്ക് ചെയ്യണം. പക്ഷെ എക്സിന്റെ വാല്യൂ 0 എന്ന് വരുന്നുണ്ട്, 1 എന്നാ വരുന്നത്. എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. ഒരു കേസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? ഇൻഡെക്സ്ഡും ഇമ്മീഡിയറ്റും വർക്ക് ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം കേട്ടോ. 0 ആണെങ്കിൽ ഇതിപ്പോ 1. അതായത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡുമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എക്സിന്റെ വാല്യൂ 1 ആയിട്ട് വന്നു. അപ്പൊ ഇതിൽ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ആണ് കാണാൻ പോകുന്നത്. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അതെങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ പഠിക്കാൻ പോകും. അതിന് മുന്നേ വേറെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അവിടെ കിടക്കട്ടെ. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയും. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ആക്ച്വലി മെഷീൻ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം കോഡ് അല്ല. പ്രോഗ്രാം കോഡിന്റെ ഒരു പാർട്ടായിട്ട് എഴുതുമെങ്കിലും അത് ആക്ച്വൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ല. അത് അസംബ്ലർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം 6 ടൈപ്പ് ആണുള്ളത്. സ്റ്റാർട്ട് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഡയറക്റ്റീവ് എഴുതും. അപ്പൊ സ്റ്റാർട്ടിന്റെ കൂടെ നെയിമും അഡ്രസ്സും പറയാം. ഈ അഡ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോഗ്രാമിലെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്ന അഡ്രസ് ആണ് ഈ സ്റ്റാർട്ടിന്റെ കൂടെ പറയുന്ന അഡ്രസ്. ഇനി ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ എൻഡ് അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയറക്റ്റീവ് ആണ് എൻഡ്. ഈ ബൈറ്റ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് നമുക്ക് ഏത് തരം കോൺസ്റ്റൻസ് സ്റ്റോർ ചെയ്യാന്നാ പറഞ്ഞത്? ഇന്റിജർ കോൺസ്റ്റൻസ് സ്റ്റോർ ചെയ്യാം, ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റും സ്റ്റോർ ചെയ്യാം. അപ്പൊ ബൈറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓർ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്യാനാണ്. നമ്മൾ ഈ സിയിലൊക്കെ ഡേറ്റാ ടൈപ്സ് പറയല്ലേ, ഇന്റ് എന്നൊക്കെ ഡിക്ലെയർ ചെയ്യില്ലേ? ഹലോ, അപ്പൊ ഇന്റ് എന്ന് പറഞ്ഞ ഇന്റിജർ ആണ്, എ എന്ന് പറയുന്ന വാല്യൂല് സ്റ്റോർ ചെയ്യാന്നല്ലേ പറയുന്നേ, എ എന്ന് പറയുന്ന വേരിയബിളില്. അതുപോലാണ് ഇവിടെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്യാരക്ടറോ അല്ലെ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റിനോ സ്റ്റോർ ചെയ്യാം. ഈ വേർഡ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് പറയും. അതൊരു 1 വേർഡ് ഇന്റിജർ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആയോ? വേർഡ് എന്ന് പറയുന്നത്
ഇന്റിജർ വാല്യൂ അല്ലെ, വൺ വേർഡ് കോൺസ്റ്റന്റ്. ഒരു ഇന്റിജറിനെ നമ്മൾ ഒരു വേർഡ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. 24 ബിറ്റ്സ് വെച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനല്ലേ പഠിച്ചേ? ഇനി അടുത്തത് റിസർവ് ബൈറ്റ്, റിസർവ് വേർഡ്. നമുക്ക് എത്ര ബൈറ്റ് സ്റ്റോർ ചെയ്യോ അതിനനുസരിച്ചുള്ള ഒരു ഡേറ്റ ഏരിയ റിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റിസർവ് ബൈറ്റ്. റിസർവ് വേർഡ് ആണെങ്കിൽ വേർഡ് സ്റ്റോർ ചെയ്യണേ, ഇത്രയും നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡേറ്റ ഏരിയ റിസർവ് ചെയ്യണമെങ്കിൽ അതിന് റിസർവ് വേർഡ് യൂസ് ചെയ്യും. അത് നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ എക്സാമ്പിൾസിൽ കാണുമ്പോൾ അത് ഇച്ചിരി കൂടി ക്ലിയർ ആണ്. പ്രോഗ്രാമിങ്ങില് ഈ പറയുന്ന ഡയറക്റ്റീവ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാമിങ്ങിലോട്ട് പോകാം. അതില് ഇവിടെ വരും. ഇവിടെ സിന്റാക്സ് ഇതാണ്. ലേബല്, സ്റ്റാർട്ട്, വാല്യൂ. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ ഇങ്ങനെ ആയിരിക്കും സ്ട്രക്ചർ എഴുതുക, സ്റ്റാർട്ട് എഴുതുക. ഈ ലേബൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിന്റെ പേരായിരിക്കും ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പ്രോഗ്രാമിന്റെ പേര് അല്ലെ. വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ്. ക്ലിയർ ആയോ? ഓക്കെ, അഡ്രസ്. അപ്പൊ ഈ പറയുന്ന ഡയറക്റ്റീവ്സ് എല്ലാം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും എഴുതുക. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു. അതായത് ഓരോ ഡയറക്റ്റീവും നമ്മൾ എഴുതുമ്പോൾ ആ ഡയറക്റ്റീവിന് മുമ്പായിട്ട് ഒരു ലേബൽ ഉണ്ട്, ആ ഡയറക്റ്റീവ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. ഈ ലേബൽ എന്ന് പറയുന്നത് നെയിം ഓഫ് ദി ഓപ്പറന്റും ആ ഓപ്പറന്റിന് എടുക്കുന്ന വാല്യൂ ആണ് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുക. വാല്യൂ എന്ന് പറയുന്നത് ഇന്റിജർ ആവാം, ക്യാരക്ടർ ആവാം. അതിന്റെ ഒരു സാമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു പ്രോഗ്രാം ആണ് EOF. അതൊരു ക്യാരക്ടർ ആണ്. അപ്പൊ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ ബൈറ്റ് യൂസ് ചെയ്യും. ആ ക്യാരക്ടറിന്റെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെയിം യൂസ് ചെയ്യുന്നതാണ് EOF, നെയിം ഓഫ് ദി ഓപ്പറന്റ്. മനസ്സിലായോ? ഇനി അടുത്തത് വേറൊരു ഹെക്സാഡെസിമൽ വാല്യൂ കോൺസ്റ്റന്റ്. ഇതാണ് ആ ഹെക്സാഡെസിമൽ. ഇപ്പം ക്യാരക്ടർ ആണ് ഈ ബൈറ്റ് വെച്ച് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ C എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രീസീഡിങ് ആയിട്ട് ഉണ്ടാവണം. ഇനി ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ് ആണ് ബൈറ്റ് വെച്ച് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ നമ്മള് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഹെക്സാഡെസിമൽ ആന്ന് പറയാൻ വേണ്ടി ആ വാല്യൂവിന് മുമ്പായിട്ട് X എന്ന് പറയുന്ന ക്യാരക്ടർ യൂസ് ചെയ്യണം. കണ്ടോ? അപ്പൊ അതിനെ ഈ പറയുന്ന വാല്യൂവിന്റെ പേരാണ് B1. B1 എന്ന് പറയുന്ന ലേബൽ എന്തിനു യൂസ് ചെയ്യുന്നു? ഈ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റിനെ റെഫർ ചെയ്യുന്നു. ഇനി വേർഡ് എന്ന് പറയുന്ന എന്തായിരുന്നു? ഇന്റിജർ കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്യാൻ. വേർഡിൻ 5 എന്ന് പറയുന്നതാണ് ഇന്റിജർ വാല്യൂ. അതിന്റെ ലേബലാണ് 5 എന്ന് പറയുന്ന ഈ പേര്. ഇനി റിസർവ് വേർഡ് എന്ന് പറഞ്ഞാൽ എത്ര വേർഡ്സ് സ്റ്റോർ ചെയ്യാം. അപ്പൊ 4 എന്ന് കൊടുത്താൽ വാല്യൂ 4 എന്ന് വെച്ചാൽ 4 വേർഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലേബലാണ് data1. ഇനി നമുക്കിനി എത്ര ബൈറ്റ്സ് റിസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ, നമ്പർ ഓഫ് ബൈറ്റ്സിന്റെ വാല്യൂ ആണ് ഈ 5. അത്രയും ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് റിസർവ് ചെയ്യും. ആ സ്പേസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഒരു പേര് കൊടുക്കുന്നു, data2. ഇനി ഒരു ലൊക്കേഷനിൽ നമ്മൾ ഒരു ബൈറ്റാ സ്റ്റോർ ചെയ്യുക. അപ്പൊ EOF അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുമ്പോൾ E എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആദ്യത്തേൽ പോവും, O എന്ന് പറയുന്ന ക്യാരക്ടർ രണ്ടാമത്തെ ലൊക്കേഷനിൽ പോവും. കണ്ടോ? 6, 7, 8 ഒന്ന് വെച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ.
സ്റ്റോർ ചെയ്യുന്നുണ്ടോ വാല്യൂസ് മെമ്മറിയില്? ഒരു പർട്ടിക്കുലർ അഡ്രസ് ചൂസ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുമ്പം 5 3 ബൈറ്റ് ആണ് ഒരു ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് അഡ്രസ് 3000 ആണെങ്കിൽ 3 അഡ്രസ് ഈ 3 ലൊക്കേഷൻസും യൂസ് ചെയ്യും. ഒരു ലൊക്കേഷനിൽ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യും. ഇനി ഡേറ്റ 1 എത്രയാ? 4 ബൈറ്റ് ആണ്. അപ്പം വേർഡ് ആണ് 4. നേരത്തെ അപ്പൊ ബാക്കി 0 ഫില്ല് അല്ലെ? 0 5 കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി 2 സ്പേസ് 0. അതാ നമ്മള് 5 എന്ന് പറയുന്ന ഇന്റിജർ വാല്യൂ മൊത്തത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഇങ്ങനെ ആയിട്ടാണ്. 3 ബൈറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് ഡേറ്റ 1 എന്ന് പറയുന്ന 4 വേർഡ്സ് സ്റ്റോർ ചെയ്യാനല്ലേ? 4 വേർഡ്സ് ആകുമ്പോ എത്ര ബൈറ്റ്സ് വേണം? 4 into 3 12 ബൈറ്റ്സ്. ഇത്രയും ആയിരിക്കും. ഇത്രയും ലൊക്കേഷൻ എടുക്കും. ക്ലിയർ ആയോ? ഇനി അടുത്ത ഡേറ്റ 1 ആണ് 5 ബൈറ്റ്. 5 ബൈറ്റ്സ് അപ്പൊ 5 ലൊക്കേഷൻ മതി. മറ്റടുത്ത് 12 ആണ് കേട്ടോ. 1 ബൈറ്റ് 1 ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഹെക്സാഡെസിമൽ അഡീഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഇതാണ് 2 മെമ്മറി ലൊക്കേഷൻ ആണ് 5 ക്യാരക്സ്. ഈ പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ആണ് 5 ക്യാരക്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇസഡ് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടു ട്രാൻസ്ഫർ content of the location 5 and character z to location alpha and c1. ഈ പറയുന്ന ലൊക്കേഷനിലോട്ട് ഈ പറയുന്ന വാല്യൂസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഒരു മെമ്മറിന് വേറൊരു മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഡയറക്റ്റ് മെമ്മറി ടു മെമ്മറി ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ഇല്ല SIC. അപ്പൊ നമ്മള് ചെയ്യുന്നത് ഒന്ന് മെമ്മറിന്ന് ഒരു രജിസ്റ്ററിലോട്ട് എടുത്തെഴുതുക, ആ രജിസ്റ്ററിൽ നിന്ന് അടുത്ത മെമ്മറി ലൊക്കേഷനിലോട്ട് പാസ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും. ത്രൂ രജിസ്റ്റേഴ്സ് വഴി നമുക്ക് ഒരു മെമ്മറിന്ന് വേറൊരു മെമ്മറി ലൊക്കേഷനിലോട്ട് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആദ്യം എന്നാ ചെയ്യുന്നത് വെച്ചാല് 5 എന്ന് പറയുന്ന വാല്യൂ ഏത് ലൊക്കേഷനിലോട്ടാ സ്റ്റോർ ചെയ്യണ്ടേ? ആൽഫ എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ആദ്യം 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഓൾറെഡി വാല്യൂ ഉണ്ട്. അപ്പൊ 5 വേർഡ് 5 എന്ന് നമ്മൾ അവിടെ എഴുതും. ആൽഫയില് ഓൾറെഡി വാല്യൂ ഇല്ല. നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇന്റിജർ ആണ്. പക്ഷെ അപ്പൊ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ആൽഫ റിസർവ് ഒരു ഇന്റിജർ ആയിട്ട് അതിന്റെ വാല്യൂ 1. നമ്മൾ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്ത് വെക്കുകയല്ലേ, ആ സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുന്നത്. സിമിലർലി ക്യാരക്സില് ഓൾറെഡി ഒരു ക്യാരക്ടർ ഇസഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്യാർ-ഇസഡ്, അപ്പം ഇസഡ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെ ബൈറ്റ്, ആ ലൊക്കേഷനില് ഇതാണ് ലൊക്കേഷൻ. ക്യാർ-ഇസഡിന് ഒരു കറസ്പോണ്ടിങ് ഒരു ലൊക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. ബൈറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇസഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് ഇവിടെ സി എന്ന് പറയുന്ന ക്യാരക്ടർ പ്രീസീഡിങ്ങിൽ കൊടുക്കും. ഇനി അത് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? C1 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. C1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്യേണ്ടതുകൊണ്ട് സ്പേസ് റിസർവ് ചെയ്യണം. ഒറ്റ ബൈറ്റ്, ഒരു ക്യാരക്ടർ അല്ലേ, അപ്പൊ ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ് റിസർവ് ബൈറ്റ് 1. കണ്ടോ? ഇത്രയും വരെ മനസ്സിലായില്ലേ? റിസർവ് വേരിയബിൾ ഡിക്ലറേഷൻ മനസ്സിലായല്ലോ. ഇത് നമ്മുടെ ആക്ച്വൽ കോഡിലോട്ട് പോവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 5 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ഇനി അക്യുമുലേറ്റർ ഉള്ള വാല്യൂ നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? ആൽഫ എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സിമിലർലി ക്യാർ-ഇസഡ് എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? LDCH എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താണ് ക്യാരക്ടർ നമ്മൾ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യുക. ഇനി അക്യുമുലേറ്ററിൽ ഇപ്പൊ ആ ക്യാരക്ടർ ഇസഡ് എന്നുള്ളത് വന്നു. അപ്പൊ ഇനി അത് C1 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ STCH എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സ്റ്റോർ ദി ക്യാരക്ടർ ഇൻ ദി അക്യുമുലേറ്റർ ടു C1.
ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പൊ നമ്മള് പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഡയറക്ടറി കൊടുക്കണം. പ്രോഗ്രാം RSUB എന്നുള്ളത് നോക്കണ്ട. ഇനി എൻഡ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ത് ചെയ്യണം? കേട്ടോ, എൻഡ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇങ്ങനെയാണ് വാല്യൂസ് നമ്മൾ ഒരു മെമ്മറിന് വേറൊരു മെമ്മറിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക ത്രൂ രജിസ്റ്റർ. മിസ്, ആ 5 വേർഡ് 5 എന്ന് ആ ഒരു ലൈൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ, ഡിക്ലെയർ ചെയ്ത്. ഇത് മനസ്സിലായോ? ബാക്കി അത് മനസ്സിലായി, കാരണം ക്യാരക്ടർ ആയതുകൊണ്ട്. ഈ ബൈറ്റ് മനസ്സിലായെങ്കിൽ വേർഡ് എന്നുള്ളത് 5 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആണ്. അവിടെ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നെന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 5. 5 എന്ന് പറയുന്ന ഇന്റിജർ ആണല്ലോ, അപ്പൊ വേർഡ് അല്ലേ യൂസ് ചെയ്യണ്ടേ? അവിടെ 5 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെന്നാണ് ആ മീനിങ്. ഇനി അടുത്തത്, അപ്പൊ ഇങ്ങനാണെങ്കിൽ SIC/Xൽ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അതിന്റെ കോഡ് ഇവിടെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, അത് പിന്നെ പഠിക്കാം, അതവിടെ കിടക്കട്ടെ. ഇനി വരുന്നത് ഡേറ്റ മൂവ് ചെയ്യുന്ന പഠിച്ചു. ഇനി ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് -1. ആൽഫയിലും ഇൻക്രിമെന്റിലും വാല്യൂ ഉണ്ട്. ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ആ വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? ബീറ്റയിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫ ഇൻക്രിമെന്റും ഡിഫൈൻ ചെയ്യണ്ടേ? അരിത്തമെറ്റിക് എന്താ? ഇൻഡിറ്റർ അരിത്തമെറ്റിക് അല്ലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആൽഫയില് വാല്യൂ എന്താന്ന് പറയാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതില് റിസർവ് വേർഡ് 1 എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. അടുത്തത് ഏതാ? ഇൻക്രിമെന്റ് ആണ്. ഇൻക്രിമെന്റ് എന്നുള്ള വേർഡും സ്പെസിഫൈ ചെയ്യുന്നു. ഒരു ഇന്റിജർ ആണ് അതിൽ സ്റ്റോർ ചെയ്യുക. ഇനി ബീറ്റ എന്ന് പറയുന്നോട്ടാണ് റിസൾട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ലൊക്കേഷൻസും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി 1 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? 1 എന്ന് പറയുന്നത് നമുക്ക് മെമ്മറിന്ന് ആക്സസ് ചെയ്ത് എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് 1 എന്ന് പറയുന്നത് ആ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിലോട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ആൽഫ എടുത്തിടുന്നു. ഇനി എന്നാ ചെയ്യണം? ആരുമായിട്ട് ആഡ് ചെയ്യണം? ആഡ് ഇൻക്രിമെന്റുമായിട്ട് ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് ആയി. ക്ലിയർ ആയോ? ഈ 2 സ്റ്റെപ്പ് മനസ്സിലായോ? മനസ്സിലായി. അക്യുമുലേറ്ററിലോട്ട് ആൽഫയുടെ വാല്യൂ ലോഡ് ചെയ്തു, എന്നിട്ട് ഇൻക്രിമെന്റ് വാല്യൂ ആഡ് ചെയ്തു. അക്യുമുലേറ്ററിൽ ഓൾറെഡി ആൽഫ വാല്യൂ ഉണ്ട്. ഇനി അതിലോട്ട് എന്നാ ആഡ് ചെയ്യേണ്ട? ഇൻക്രിമെന്റ്. അപ്പൊ ആഡ് ഇൻക്രിമെന്റ് എന്ന് കൊടുക്കുക. ആഡിന്റെ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നേ? അക്യുമുലേറ്ററിലെ വാല്യൂം ഇൻക്രിമെന്റും കൂടി ആഡ് ചെയ്യുമ്പോ ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് ആയില്ലേ? അത് അക്യുമുലേറ്ററിലുണ്ട്. അക്യുമുലേറ്ററിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? അതിന് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം 1. 1 എന്ന് പറയുന്ന വാല്യൂ എവിടെ ഉണ്ട്? ഈ 1 എന്ന് പറയുന്ന ലേബലിൽ ഇല്ലേ? അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്യാനല്ലേ? അപ്പൊ സബ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. സബ് 1. ഇനി എന്ത് ചെയ്യണം? ബീറ്റയിലോട്ട് സ്റ്റോർ ചെയ്യണ്ടേ? STA ബീറ്റ. ഇപ്പൊ ഇത്രയും പോരെ? മതി മതി, ധാരാളം മതി, ധാരാളം. അല്ല, കുറെ ആയിക്കഴിഞ്ഞാൽ എല്ലാം മിക്സ് ആവും. അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. എന്നാ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണേ. ഓക്കെ, ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ശരി. ഓക്കെ, ശരി. ഓക്കെ മിസ്, താങ്ക് യു.